ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പലപ്പോഴും ട്രേഡിംഗിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ട്രേഡിൽ നിങ്ങൾ 10,000 രൂപ നഷ്ടത്തിലാണ്. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? കുഴപ്പമില്ല, ഇത് തിരിച്ചു വരും, ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി വേറൊരു ട്രേഡിൽ നിങ്ങൾക്ക് 2,000 രൂപ ലാഭം കാണിക്കും. പെട്ടെന്ന് നമ്മുടെ ആ ഒരു നെഞ്ചെടുപ്പ് കൂടും. ഇല്ലെങ്കിൽ ഇപ്പൊ വിറ്റില്ലെങ്കിൽ താഴോട്ട് പോകുമോ, അല്ലെങ്കിൽ കിട്ടിയ ലാഭം കയ്യിൽ നിന്ന് പോകുമോ? ആ നിമിഷം തന്നെ നിങ്ങൾ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത് ആ ഒരു ചെറിയ ലാഭത്തിൽ സന്തോഷിക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എത്ര വലിയ നഷ്ടവും സഹിക്കാൻ തയ്യാറാണ്, പക്ഷെ ചെറിയൊരു ലാഭം കാണുമ്പോഴേക്കും വിൽക്കാൻ തിടുക്കം കാണിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ട്രേഡിംഗ് രംഗത്തെ 90% റീറ്റെയിൽ ട്രേഡർമാരും ഓരോ ദിവസവും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. തുടക്കക്കാരുടെ മാത്രം പ്രശ്നമല്ല, വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ളവർ പോലും ഈ കെണിയിൽ വീണു പോകാറുണ്ട്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു മനഃശാസ്ത്രമുണ്ട്. ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു പേടി വരുന്നതെന്നും നമ്മുടെ തലച്ചോറിനെ എങ്ങനെ പരിശീലിപ്പിച്ച് ഈ പേടി മാറ്റി ചെറിയ ലാഭങ്ങൾക്ക് പകരം വലിയ ലാഭം നേടാമെന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോ കഴിയുമ്പോഴേക്കും ലാഭം കാണുമ്പോൾ പേടിക്കുന്ന ഒരാളിൽ നിന്ന് ക്ഷമയോടെ ലാഭം വളരാൻ അനുവദിക്കുന്ന ഒരു മികച്ച ട്രേഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ ഈ കഥയൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് സുമേഷ് എന്ന ഒരു സാധാരണ ട്രേഡറുടെ കഥ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സുമേഷ് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് നല്ലൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് വാങ്ങി. പക്ഷെ ഉടനെ തന്നെ സ്റ്റോക്ക് താഴേക്ക് പോകാൻ തുടങ്ങി. വില 90 രൂപയായി, 85ആയി. സുമേഷിന്റെ അക്കൗണ്ടിൽ നഷ്ടം പെരുകി വരികയാണ്. വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സ് പറയും, സാരമില്ല, ഇതൊരു നല്ല കമ്പനിയാണ്, എന്തായാലും തിരിച്ചു കയറി വരും. നഷ്ടത്തിൽ വിൽക്കുന്നത് ഒരു തോൽവിയാണ്. മാസങ്ങൾ കഴിഞ്ഞ് സ്റ്റോക്കിന്റെ വില 60 രൂപയിലെത്തി. ഏകദേശം 40% നഷ്ടത്തിലായിട്ടും അവൻ അത് വിൽക്കാൻ തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ സുമേഷ് മറ്റൊരു സ്റ്റോക്ക് 200 രൂപയ്ക്ക് വാങ്ങി. ഇത്തവണ അവന്റെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു. സ്റ്റോക്ക് പെട്ടെന്ന് 210 രൂപയായി, പിന്നെ 220 രൂപയായി. അക്കൗണ്ടിൽ 10% ലാഭം കണ്ടു. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ ആ ഒരു പേടി നിറഞ്ഞു. ദൈവമേ, മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞാൽ ഈ ഒരു ലാഭം മുഴുവൻ പോകുമല്ലോ, ഇപ്പൊ വിറ്റാൽ ഒരു ചെറിയ കാശെങ്കിലും കയ്യിൽ കിട്ടും. ആ ഒരു നിമിഷം അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. 220 രൂപയ്ക്ക് ആ സ്റ്റോക്ക് വിറ്റ് ലാഭം എടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് അവൻ മാർക്കറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത് അവൻ ചെറിയ ലാഭത്തിൽ വിറ്റ സ്റ്റോക്ക് 300 രൂപയും കടന്നു പോയിരിക്കുന്നു. അതായത് കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ അവന് 50% ലാഭം നേടാമായിരുന്നു. അവൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആ ഒരു നഷ്ടത്തിലുള്ള സ്റ്റോക്ക് അത് വീണ്ടും ഇടിഞ്ഞ് 50 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് എന്റെ കഥയാണല്ലോ ഈ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. സുമേഷ് നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നഷ്ടം സഹിക്കാൻ നമുക്ക് കഴിയുന്നതും ലാഭം വളരുന്നത് കാണാൻ പേടിയാവുന്നതും? ഉത്തരം നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെയുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കുഴപ്പമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവുകേടല്ല. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിയാണ്. മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. ബിഹേവിയറൽ ഫിനാൻസിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണമാണ് ലോസ് അവേർഷൻ, അതായത് നഷ്ടത്തോടുള്ള അടങ്ങാത്ത വെറുപ്പ്. നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ഡാനിയൽ കാനമാന്റെ പഠനങ്ങൾ പറയുന്നത് നമുക്ക് 1000 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന 1000 രൂപ ലാഭം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ 2.5 ഇരട്ടി വരെ ശക്തമാണ്. ലാഭം കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മൾ നഷ്ടത്തെ ഭയക്കുന്നുണ്ട്. ട്രേഡിംഗിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു ട്രേഡിൽ 2000 രൂപ ലാഭത്തിൽ നിൽക്കുമ്പോൾ ആ ലാഭം ഒരു പക്ഷേ നഷ്ടമായി മാറിയാലോ എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. ആ വേദന ഒഴിവാക്കാൻ വേണ്ടി കിട്ടിയ ലാഭം എത്ര ചെറുതാണെങ്കിലും അത് പോക്കറ്റിലാക്കാൻ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങൾ ഉടനെ തന്നെ ട്രേഡ് ക്ലോസ് ചെയ്തു പോകും. മറുവശത്ത് 5000 രൂപ നഷ്ടത്തിലാണെങ്കിൽ ആ ട്രേഡ് വിറ്റാൽ ആ ഒരു നഷ്ടം അംഗീകരിക്കേണ്ടി വരും. ആ ഒരു വേദന ഔദ്യോഗികമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇനി തിരിച്ചു വരും എന്നൊരു വ്യാജ പ്രതീക്ഷയിൽ നിങ്ങൾ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നഷ്ടം അംഗീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഒരുപക്ഷെ പ്രതീക്ഷയിൽ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. റിഗ്രറ്റ് അവേർഷൻ, അതായത് പിന്നീട് ഖേദിക്കേണ്ടി വരുമോ എന്ന പേടി. ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് നിങ്ങൾ വിൽക്കാതിരിക്കുകയും അത് നഷ്ടത്തിലേക്ക് ഊപ്പുകുത്തുകയും ചെയ്താൽ എന്ത് തോന്നും? അന്നേ വിൽക്കേണ്ടതായിരുന്നു, എന്റെ മണ്ടത്തരം എന്ന് നിങ്ങൾ സ്വയം പഴിക്കും. ഈ ഒരു ഖേദത്തെ നമ്മുടെ മനസ്സ് വല്ലാതെ ഭയപ്പെടുന്നു. ആ ഒരു വിഷമം ഒഴിവാക്കാനാണ് ഒരു ചെറിയ ലാഭം കാണുമ്പോൾ തന്നെ നമ്മൾ ചാടി ഇറങ്ങുന്നത്. ഭാഗ്യം വിറ്റത് നന്നായി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നഷ്ടത്തിലായനെ എന്ന് പറഞ്ഞ് നമ്മളെ സ്വയം ആശ്വസിക്കുകയും ചെയ്യും. ഈ 2 മാനസികാവസ്ഥകളും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഡിസ്പോസിഷൻ എഫക്ട്. അതായത് ലാഭം തരുന്നവയെ പെട്ടെന്ന് വിൽക്കുകയും നഷ്ടം തരുന്നവയെ ഒരുപാട് കാലം ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രവണത. റീറ്റെയിൽ ട്രേഡർമാരുടെ അക്കൗണ്ടുകൾ കാലിയാക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണിത്. തീർച്ചയായിട്ടും $1 million ക്വസ്റ്റ്യൻ ഈസ്, ഈ പേടിയെ നമ്മൾക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? നമ്മുടെ തലച്ചോറ് തന്നെ നമുക്ക് പാര വെക്കുമ്പോൾ അതിനെ മറികടന്ന് എങ്ങനെ ഒരു പ്രൊഫഷണലിനെ പോലെ ട്രേഡ് ചെയ്യാൻ കഴിയും? പേടി കൊണ്ട് ഒരു ചെറിയ ലാഭത്തിൽ വിൽക്കുന്ന ശീലം മാറ്റി എങ്ങനെ വലിയ ലാഭങ്ങൾക്കായിട്ട് കാത്തിരിക്കാം എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ മാർഗം കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ വഴി ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് എ റിട്ടേൺ ട്രേഡിംഗ് പ്ലാൻ. ട്രേഡിംഗിലെ വികാരങ്ങളെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും മികച്ച ആയുധമാണിത്. ഒരു ട്രേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. എൻട്രി പോയിന്റ്, ഏത് വിലയിൽ നിങ്ങൾ വാങ്ങും,
എത്ര രൂപ നഷ്ടം വന്നാൽ ആ ട്രേഡിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും, ടാർഗറ്റ് എത്ര രൂപ ലാഭം കിട്ടിയാൽ നിങ്ങൾ വിൽക്കും. ഒരിക്കലും ഈ പ്ലാൻ ഉണ്ടാക്കിയാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അത് ഉറച്ചു നിൽക്കണം. ലാഭം കാണുമ്പോൾ പേടി തോന്നിയാലും ടാർഗറ്റ് എത്തുന്നത് വരെ കാത്തിരിക്കുക. നഷ്ടം കൂടുമ്പോൾ പ്രതീക്ഷ തോന്നിയാലും സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ ധൈര്യമായിട്ട് വിൽക്കുക. വികാരങ്ങൾക്ക് പകരം നിയമങ്ങൾ നിങ്ങളുടെ ട്രേഡിനെ ഭരിക്കണം. അപ്പൊ ഇതോടൊപ്പം റിസ്ക് റിവാർഡ് അനുപാതം കർശനമായിട്ട് പാലിക്കുക. നിങ്ങൾ ഒരു ട്രേഡിൽ 1000 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞത് 2000 രൂപയെങ്കിലും ലാഭം തരാൻ സാധ്യതയുള്ള ട്രേഡുകളിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇത് നിങ്ങളുടെ ചെറിയ ലാഭങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിൽ നിന്ന് തടയുകയും വലിയ വിജയങ്ങൾക്കായിട്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ വഴി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലാഭം വളരാൻ അനുവദിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ടെക്നിക്കൽ വഴിയാണിത്. നിങ്ങളുടെ ലാഭം കൂട്ടി വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസ് ആണിത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് വാങ്ങി നിങ്ങളുടെ ടാർഗറ്റ് 150 രൂപയാണ്. നിങ്ങൾക്ക് 5 രൂപയുടെ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് 110 രൂപയാകുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് 105 രൂപയിലേക്ക് മാറും. ഇപ്പോൾ നിങ്ങളുടെ ട്രേഡ് നഷ്ടത്തിലായല്ല, മിനിമം 5 രൂപ ലാഭം ഉറപ്പായിട്ടുണ്ട്. സ്റ്റോക്ക് 100 രൂപയിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് 115ലേക്ക് മാറും. ഇങ്ങനെ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതോടെ നിങ്ങളുടെ ലാഭം ലോക്ക് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും സ്റ്റോക്ക് തിരിച്ച് 5 രൂപ താഴെ വന്നാൽ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. ഈ ഒരു ലാഭം കാണുമ്പോഴുള്ള നിങ്ങളുടെ പേടിയെ ഇല്ലാതാക്കാൻ ഈ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും സഹായിക്കും. മൂന്നാമത്തെ വഴി ഭാഗികമായിട്ടുള്ള ലാഭം എടുക്കുക എന്നുള്ളതാണ്. ഇതൊരു മികച്ച സൈക്കോളജിക്കൽ ട്രിക്കാണ്. നിങ്ങളുടെ ആ ഒരു തലച്ചോറിനെ ഒന്ന് സമാധാനിപ്പിക്കാനും അതേസമയം വലിയ ലാഭം നേടാനും ഇത് സഹായിക്കും. നിങ്ങളൊരു 100 ഓഹരികൾ വാങ്ങി നിങ്ങളുടെ ടാർഗറ്റ് 20% ആണ് എന്ന് കരുതുക. പിന്നെ 10% മുകളിലേക്ക് പോകുമ്പോൾ, അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പാതി വഴിയിൽ 50% ഓഹരികൾ വിറ്റ് ലാഭം എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ കുറെ ലാഭം നേടി എന്നൊരു മാനസിക സംതൃപ്തി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പേടി കുറയ്ക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ബാക്കി 50% ഓഹരികൾ വലിയ പേടിയൊന്നും ഇല്ലാതെ യഥാർത്ഥ ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. ആ ഒരു ട്രേഡ് ഇനി നഷ്ടത്തിലായാൽ പോലും മൊത്തത്തിൽ നിങ്ങൾ ലാഭത്തിലായിരിക്കും. നാലാമത്തെ വഴി ഒരു ട്രേഡിംഗ് ജേർണൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ട്രേഡുകൾ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ വികാരങ്ങളും രേഖപ്പെടുത്തുന്നത്. നോട്ട്ബുക്ക് എടുത്ത് ഓരോ ട്രേഡ് എടുക്കുമ്പോഴും വിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് സത്യസന്ധമായിട്ട് എഴുതുക. ലാഭം കണ്ടപ്പോൾ പേടിച്ച് നേരത്തെ വിറ്റു, അല്ലെങ്കിൽ നഷ്ടം കണ്ടപ്പോൾ വാശി തോന്നി ഹോൾഡ് ചെയ്തു എന്നിങ്ങനെ നമുക്ക് തോന്നുന്ന നമ്മളുടെ ആ ഒരു ഫീല് മുഴുവൻ നമ്മൾ ആ ഒരു ജേർണലിൽ എഴുതി വെക്കേണ്ടതാണ്. ഓരോ ആഴ്ചയും ഈ ജേർണൽ മറിച്ച് നോക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തിലെ തെറ്റായ പാറ്റേണുകൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യപടി. കഴിഞ്ഞ 4 തവണയും ഞാൻ പേടി കൊണ്ട് ചെറിയ ലാഭത്തിലാണ് വിറ്റത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അടുത്ത തവണ ആ പേടി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ബോധപൂർവമായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ട്രേഡ് എടുക്കും മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരു വട്ടം കൂടി നമുക്കൊന്ന് ഓർത്തു പോകാം. ട്രേഡ് എടുക്കും മുമ്പ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ലാഭം സംരക്ഷിക്കാനും വളർത്താനും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ശീലിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഭാഗികമായിട്ട് ലാഭം എടുക്കുക. നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു ട്രേഡിംഗ് ജേർണൽ എഴുതി വെക്കുക. അപ്പോ ട്രേഡിംഗ് എന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാജിക് അല്ല. നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മുടെ വികാരങ്ങളെ വരുതിയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ്. നഷ്ടങ്ങൾ ഈ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. ഒരു ഇൻഷുറൻസ് പ്രീമിയം പോലെ അതിനെ കാണുക. ലാഭം നേടുമ്പോൾ അത് ക്ഷമയോടെ വളരാൻ അനുവദിക്കുന്നതാണ്. ഒരു സാധാരണക്കാരനും ഒരു പ്രൊഫഷണൽ ട്രേഡറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ലാഭം കാണുമ്പോൾ പേടിക്കുന്ന ശീലം ഇന്നു മുതൽ നമുക്ക് മാറ്റിയെടുക്കാം. വികാരങ്ങളെ മാറ്റി നിർത്തി നിയമങ്ങളെയും തന്ത്രങ്ങളെയും കൂട്ടുപിടിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചും മികച്ച സ്ട്രാറ്റജികളെ കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും വലിയ വൈകാരികമായ വെല്ലുവിളി എന്താണ്? അത് നഷ്ടം സഹിക്കുന്നതാണോ, ലാഭം കാണുമ്പോൾ പേടിക്കുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം, ഒരുമിച്ച് വളരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.